ദശാബ്ദം മുൻപ് അമേരിക്കയിലെ ഡിസ്നി സ്റ്റുഡിയോയിൽ വീഡിയോ ഗെയിമുകൾക്ക് സംഗീതം നൽകിയ ഒരു ഈരാറ്റുപേട്ടക്കാരനുണ്ടായിരുന്നു. മികച്ച ശമ്പളം, താമസം, മറ്റ് സൗകര്യങ്ങളെല്ലാം. അതൊരു സ്വപ്ന ജീവിതമായിരുന്നു. എന്നാൽ ഒരു ദിവസം ആ ഡ്രീം വേൾഡ് വിട്ട് അയാൾ ചെന്നൈയിൽ വിമാനമിറങ്ങി. സിനിമാ സ്വപ്നങ്ങൾ പൂക്കുന്ന ചെന്നൈ തെരുവുകളിലൂടെ ഭാഗ്യം തേടി അലഞ്ഞു. മെല്ലെ സിനിമകളിൽ അയാളുടെ സംഗീതം നിറഞ്ഞു. തുടക്കത്തിലെ പരാജയങ്ങളിൽ തളരാതെ അയാൾ സംഗീതത്തിന്റെ തോണി തുഴഞ്ഞു. മെല്ലെ ആ തോണി വിജയ ചക്രവാളം തൊട്ടു. ധ്രുവങ്ങൾ 16, ക്വീൻ, രണം എന്നിങ്ങനെ ഒട്ടേറെ സിനിമകൾ. ആ പുതുതാളം അയ്യപ്പനും കോശിയും എന്ന സിനിമയിലൂടെ സംഗീത പ്രേമികളുടെ മനസ്സിൽ പതിഞ്ഞു. ജേക്സ് ബിജോയ് എന്ന സംഗീത സംവിധായകന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തൊട്ടതെല്ലാം പൊന്നായി. ഓണം റിലീസുകളിൽ ബോക്സ് ഓഫീസിൽ കുതിക്കുന്ന ലോക പാർട്ട് 1 ചന്ദ്രയുടെ പിന്നിലും ജേക്സ് മാജിക് ആണ്. തിയേറ്ററിൽ കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ കൊണ്ട് കൈയടിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതവും ആഘോഷമാക്കുന്ന പാട്ടുകളും. മാസങ്ങൾക്ക് മുൻപ് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായ തുടരും ജേക്സ് ബിജോയ് മാജിക്കിന്റെ മറ്റൊരു തലം പ്രേക്ഷകർക്ക് സമ്മാനിച്ചു. പിന്നാലെ നരിവേട്ടയിലെ മിന്നൽ വളയുമായി എത്തി സോഷ്യൽ മീഡിയയെ ഇളക്കി മറിച്ചു. ലോക പാർട്ട് 1 ചന്ദ്ര, ഓഫീസർ ഓൺ ഡ്യൂട്ടി, തുടരും, നരിവേട്ട, ഹാട്രിക് ഹിറ്റിൽ ജേക്സ് ഇപ്പോൾ ഹാപ്പിയാണ്. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുകൾക്ക് കാലം കാത്തുവെച്ച സമ്മാനം പോലൊരു സമയം. തുടരും പോലെ ഒരു മെഗാ ഹിറ്റ് മലയാളത്തിൽ ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അയ്യപ്പനും കോശിയും, ജനഗണമന, കടുവ, പൊറിഞ്ചു മറിയം ജോസ്, ഫോറൻസിക്, ഓപ്പറേഷൻ ജാവ തുടങ്ങി ഹിറ്റുകൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ മലയാളത്തിൽ തുടരും പോലൊരു വിജയം ഇതുവരെയില്ലാത്ത അനുഭവമായിരുന്നു. അതിനുശേഷം നാട്ടിൽ പോയപ്പോൾ ആൾക്കാരിൽ നിന്ന് ലഭിച്ച സ്നേഹം ഈ വിജയത്തെ സ്പെഷ്യലാക്കി മാറ്റുന്നു. മലയാളിക്ക് മോഹൻലാൽ ഒരു വികാരമാണ്. അദ്ദേഹത്തിന്റെ സിനിമ ഹിറ്റടിച്ചാൽ അതിന്റെ ഗുണം ആ സിനിമയുടെ ഭാഗമായ എല്ലാവർക്കും ലഭിക്കും. ഗൃഹലക്ഷ്മി മാസികയ്ക്ക് വേണ്ടി ജേക്സ് പങ്കുവച്ച തന്റെ ജീവിത സിനിമാ യാത്രയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ അറിയാൻ പോകുന്നത്. ഈരാറ്റുപേട്ടയിലെ അരുവിത്തുറയിലാണ് വീട്. വീട്ടിൽ അമ്മ മൂളിപ്പാട്ട് പാടുന്നത് കേട്ടാണ് ഞാൻ വളർന്നത്. അപ്പയ്ക്ക് ടെക്നിക്കൽ കാര്യങ്ങളോട് വളരെ താല്പര്യമായിരുന്നു. പുതിയ ടെക്നോളജിയിലുള്ള മ്യൂസിക് സിസ്റ്റം അദ്ദേഹം വീട്ടിൽ മേടിച്ചു വെച്ചിരുന്നു. ഒരു ദിവസം അപ്പൻ അതിൽ റോജയുടെ കാസറ്റ് ഇട്ട് പാട്ട് കേൾപ്പിച്ചു. അതുവരെ കേട്ട പാട്ടുകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ശബ്ദ ക്രമീകരണം. ഓരോ പാട്ടും എന്നെ ആകർഷിച്ചു. ഞാനും പാടുമായിരുന്നു. പൂഞ്ഞാറിലെ രാഘവ മേനോനാണ് ആദ്യ ഗുരു. പിന്നീട് തീക്കോയി രാധാകൃഷ്ണൻ സാറിന് കീഴിൽ അഭ്യസിച്ചു. പിന്നീടുള്ള വിദ്യാഭ്യാസം ഏർക്കാടിലെ മോൺഫോർട്ട് ബോർഡിംഗ് സ്കൂളിലായിരുന്നു. എന്റെ പാട്ടിലുള്ള കഴിവ് തിരിച്ചറിഞ്ഞ ഒരു ആംഗ്ലോ ഇന്ത്യൻ അധ്യാപിക പരിശീലനം നൽകുകയും ഒരു മത്സരത്തിൽ പാടിപ്പിക്കുകയും ചെയ്തു. അന്നാണ് പാട്ടിൽ കോൺഫിഡൻസ് വന്നു തുടങ്ങുന്നത്. അവിടെ വെച്ച് പിയാനോയും കമ്പോസിങ്ങുമെല്ലാം പഠിച്ചു. അന്നേ ട്യൂണുകൾ മനസ്സിലുണ്ട്. എന്നാൽ അതെങ്ങനെ പാട്ടാക്കി മാറ്റണമെന്നറിയില്ലായിരുന്നു. പഠിത്തം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും പാട്ടിലേക്ക് കയറണം എന്നതായിരുന്നു പ്ലാൻ. ബിരുദം കൂടി പൂർത്തിയാക്കിയ ശേഷം പാട്ട് നോക്കാമെന്ന് അപ്പ പറഞ്ഞു. അങ്ങനെ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് ചേർന്നു. അവിടെ വെച്ച് മനസ്സിലുണ്ടായിരുന്ന ട്യൂണുകളെല്ലാം ഒരുമിപ്പിച്ച് സുഹൃത്തായ അർജുനൊപ്പം പാട്ടുകൾ ഉണ്ടാക്കി. ശേഷം വിനീത് ശ്രീനിവാസനിലേക്ക് എത്തി. അങ്ങനെയാണ് മലയാളി എന്ന ആൽബം പിറക്കുന്നത്. മിന്നലഴകിയ, മിന്നുമഴകിയ തുടങ്ങി അതിലെ എല്ലാ പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടു. ഞാൻ അമേരിക്കയിൽ സംഗീതത്തിൽ ഉപരിപഠനത്തിനായി ആലോചിച്ചപ്പോൾ ശ്രീനി അങ്കിളാണ് വഴികാട്ടാൻ രണ്ടുപേരെ പരിചയപ്പെടുത്തി തന്നത്. പരീക്ഷകൾ വിജയിച്ച് ഞാൻ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെത്തി. പഠനശേഷം ഡിസ്നിയിൽ ജോലി ലഭിച്ചു. സിനിമാ സംഗീതത്തിൽ ഏറ്റവും പ്രധാനം ഒരു മെലഡി അല്ലെങ്കിൽ ഐഡിയക്ക് എങ്ങനെ ഓർക്കസ്ട്ര ലെവലായി എഴുതാമെന്നാണ്. ജോൺ കാർലി അക്ലാൻഡെ എന്ന ഇറ്റാലിയൻ പ്രൊഫസറാണ് അതെന്നെ പഠിപ്പിച്ചത്. പിന്നീട് വീഡിയോ ഗെയിമുകളിൽ വർക്ക് ചെയ്തു തുടങ്ങി. അത് പുതിയൊരു പഠനമായിരുന്നു. ഇടവേളകളിൽ നാട്ടിലെ സുഹൃത്തുക്കളുടെ ഹ്രസ്വചിത്രങ്ങൾക്കും ആൽബങ്ങൾക്കും സംഗീതം ചെയ്തു. ആ സമയത്ത് സംവിധായകനായ മാർട്ടിൻ പ്രകാട് ചേട്ടൻ സിനിമയ്ക്ക് സംഗീതം ചെയ്യാൻ വിളിച്ചിരുന്നു. എന്നാൽ കോൺഫിഡൻസ് ഇല്ലാത്തതിനാൽ ഏറ്റെടുത്തില്ല. അപ്പോഴേക്കും അമേരിക്കൻ ജീവിതം ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. സുഹൃത്തുക്കളായ ശ്രീജിത്തും സുജിത്തും പുതിയൊരു സിനിമ ചെയ്യാൻ പോകുകയാണെന്നും ഞാൻ വരണമെന്നും പറഞ്ഞു. പിന്മാറാൻ നോക്കിയെങ്കിലും അവർ സമ്മതിച്ചില്ല. ഗ്രീൻ കാർഡിനുള്ള അപേക്ഷ കൊടുത്തു നിൽക്കുകയാണ്. നാട്ടിൽ എന്റെ വിവാഹം നോക്കുകയാണ്. അപ്പയോട് സംസാരിച്ചപ്പോൾ ലീവ് എടുത്തു വന്ന് ട്രൈ ചെയ്തു നോക്കാൻ പറഞ്ഞു. അങ്ങനെ 6 മാസത്തെ അവധി എടുത്തു വന്നു. നിരാശനായിരുന്നു ഞാൻ. ചെന്നൈയിലെ ആദ്യകാലം കഷ്ടപ്പാടായിരുന്നു. സുരക്ഷിത ജീവിതം വിട്ടെറിഞ്ഞത് വെറുതെയായോ എന്ന തോന്നൽ വേട്ടയാടി. മെല്ലെ ഓക്കെ ആയി. മണപ്പാക്കത്ത് ഒരു വില്ല എടുത്ത് 2ാം നിലയിൽ സ്റ്റുഡിയോ സെറ്റ് ചെയ്തു. അതേ വർഷം വിവാഹം. അന്നയും ഞാനും ചെന്നൈയിൽ താമസം തുടങ്ങി. അന്നൊരു വർഷം 2 സിനിമയൊക്കെയാണ് കിട്ടുന്നത്. സഞ്ജീവ് സംവിധാനം ചെയ്ത താക്ക താക്ക എന്ന തമിഴ് ചിത്രത്തിനായിരുന്നു ആദ്യ സംഗീതം ചെയ്തത്. പിന്നാലെ ജീൻ മാർക്കോസ് സംവിധാനം ചെയ്ത ഏഞ്ചൽസ് എന്ന മലയാള സിനിമയും ചെയ്തു. റഹ്മാൻ സാറിന് റോജ എന്ന പോലെ ഓരോ സംഗീത സംവിധായകനും ഒരു സിനിമയുണ്ടാകും. എന്റെ ആദ്യ 5 സിനിമകളും പരാജയങ്ങളായിരുന്നു. മൺസൂൺ മാംഗോസ് എന്ന സിനിമ ചെയ്യുമ്പോഴാണ് രണത്തിലേക്ക് വിളിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ചെയ്ത ധ്രുവങ്ങൾ 16 തമിഴ്നാട്ടിലും ക്വീൻ മലയാളത്തിലും ഒരേ സമയം വിജയിക്കുന്നത്.
പിന്നാലെ രണത്തിലൂടെയാണ് ഇൻഡസ്ട്രി എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. പിന്നാലെ ജോഷി സാറിന്റെ പൊറിഞ്ചു മറിയം ജോസ്, കൽക്കി, ഇഷ്ക് തുടങ്ങി മികച്ച സിനിമകൾ തേടിയെത്തി. എന്റെ എല്ലാ ഇഷ്ടങ്ങളും ചേർത്ത് വെച്ചതാണ് രണത്തിലെ പാട്ട്. പൃഥ്വിയാണ് അയ്യപ്പനും കോശിയും എന്ന സിനിമയെക്കുറിച്ച് ആദ്യം എന്നോട് പറഞ്ഞത്. പിന്നീട് സച്ചിയേട്ടനും കഥ കേൾക്കാൻ വിളിച്ചു. ഇതൊരു ഗംഭീര സിനിമയാകുമെന്ന് മനസ്സിലായി. എന്നാൽ കൊമേഴ്ഷ്യലി ഇത്ര വലിയ വിജയമാകുമെന്ന് വിചാരിച്ചിരുന്നില്ല. സച്ചിയേട്ടൻ എന്ന ക്രാഫ്റ്റ്മാന്റെ അടയാളപ്പെടുത്തലായിരുന്നു ആ സിനിമ. ശരിക്കും നമ്മുടെ ജനറേഷനിലെ പത്മരാജനായിരുന്നു അദ്ദേഹം. അട്ടപ്പാടിയിലെ ഗോത്രഗാന സംഘത്തെ കൊച്ചിയിലെ സ്റ്റുഡിയോയിൽ എത്തിച്ച് ഒരുപാട് പാട്ടുകൾ റെക്കോർഡ് ചെയ്തു. അവർക്കൊരു ലീഡ് ഗായികയുണ്ടായിരുന്നു, നഞ്ചിയമ്മ. അവരെ മാറ്റി നിർത്തി ഒറ്റയ്ക്ക് ഞാൻ കുറെ പാടിച്ചു നോക്കി. അതിൽ ദൈവമകളെ എന്ന പാട്ട് അവർ പാടിയപ്പോൾ എല്ലാവരും നിശബ്ദരായി. ഞാൻ സച്ചിയേട്ടനെ വിളിച്ചു. ഒരു മാജിക്കൽ സാധനം കിട്ടിയിട്ടുണ്ടെന്നും പക്ഷേ സിനിമയിൽ എവിടെയും ഉപയോഗിക്കാനാവില്ലെന്നും പറഞ്ഞു. ലോകയെക്കുറിച്ച് ആദ്യം കേട്ടപ്പോൾ തന്നെ ഏറെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം തുടർ പാർട്ടുകളുള്ളൊരു മികച്ച യൂണിവേഴ്സ്. ശരിക്കും അതിലേക്ക് കടക്കുന്ന ആദ്യ വാതിലാണ് ലോക പാർട്ട് 1 ചന്ദ്ര. മലയാളത്തിലെ വലിയ താരങ്ങളാണ് തുടർന്നു വരുന്ന സിനിമകളിൽ നായകന്മാരാകുന്നത്. മികച്ച രീതിയിൽ ഷൂട്ട് ചെയ്ത സിനിമയ്ക്ക് അത്ര തന്നെ മികച്ച സ്കോറിംഗ് നൽകാനാണ് ശ്രമിച്ചത്. അല്പം പോപ്പും ഫോക്കും എല്ലാം ഒരുപോലെ മിക്സ് ചെയ്യാൻ സാധിച്ചു. മികച്ച പ്രതികരണമാണ് ആദ്യ ദിനങ്ങളിൽ തന്നെ കിട്ടുന്നത്. സന്തോഷമുണ്ട്. ലാലേട്ടന്റെ സിനിമ ചെയ്യാൻ പറ്റിയില്ലെന്നൊരു നിരാശ ഉള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തരുണിന്റെ തുടരും സിനിമയുടെ അനൗൺസ്മെന്റ് കേൾക്കുന്നത്. അങ്ങോട്ട് കയറി ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കാനാകില്ല. ഓപ്പറേഷൻ ജാവ കഴിഞ്ഞുള്ള തരുണിന്റെ പടം സംഗീതം ചെയ്തത് ഞാനല്ല, എന്നെ തന്നെ വിളിക്കുമെന്ന് ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നിർമ്മാതാവ് രഞ്ജിത്തേട്ടൻ വിളിച്ചു. ഇങ്ങനെ ഒരു പടമുണ്ട്, ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എപ്പം ചെയ്തു എന്ന് ചോദിച്ചാൽ മതിയില്ലേ എന്നാണ് ഞാൻ പറഞ്ഞത്. തരുൺ ലാലേട്ടൻ ശോഭന പടം ഒരു ഡ്രാമയാവാനേ സാധ്യതയുള്ളൂ എന്നായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ കഥ കേട്ടപ്പോഴാണ് ഐറ്റം വേറെയാണെന്ന് മനസ്സിലായത്. എന്നിൽ അർപ്പിച്ച വിശ്വാസം തിരിച്ചു നൽകാൻ കഴിഞ്ഞതിൽ സന്തോഷം. സിദ്ധ് ശ്രീറാമിനൊപ്പം എന്റെ 4ാമത്തെ പാട്ടാണിത്. എല്ലാ പാട്ടും ഹിറ്റാണ്. ഇഷ്കിലെ പറയുവാൻ ഇതാദ്യമായി എന്ന പാട്ടിലാണ് ആദ്യമായി ഞങ്ങൾ ഒരുമിച്ചത്. ഈ പാട്ട് സിദ്ദിനെ കൊണ്ട് പാടിക്കാമെന്ന് പറഞ്ഞപ്പോൾ സംവിധായകനും മറ്റുള്ളവരും പുളിങ്കുന്നത്ത് നടക്കുന്ന റൊമാൻറ്റിക് സോങ് അല്ലേ, മലയാളി മതി എന്ന് പറഞ്ഞു. വേറെ 2 ഗായകരെ കൊണ്ട് പാടിച്ച ശേഷമാണ് സിദ്ദിനെ വിളിച്ചത്. അമേരിക്കയിലിരുന്നാണ് സിദ്ധ് പാടിയത്. അതെല്ലാവർക്കും കൂടുതൽ ഇഷ്ടമായി. കൈതപ്രം സാറിന്റെ വരികളാണ്. മിന്നലഴകെ എന്ന പാട്ട് ചെയ്തപ്പോൾ തൊട്ട് പൃഥ്വിയെ പരിചയമുണ്ട്. സംഗീതം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പൃഥ്വിയുടെ സിനിമകളാണ് ഏറെ കൂടുതലായി തേടി വന്നത്. യാദൃശികമായി സംഭവിക്കുന്നതാണ്. രണം, അയ്യപ്പനും കോശിയും, കുരുതി, ഭ്രമം, ജനഗണമന, കടുവ തുടങ്ങി തുടരെ പൃഥ്വി നായകനായ സിനിമകൾ ചെയ്യാൻ സാധിച്ചു. വിലായത്ത് ബുദ്ധയും എന്നിലേക്കെത്തി. ഞാൻ തുടങ്ങിയത് തന്നെ ഏഞ്ചൽസ് എന്ന ത്രില്ലർ സിനിമയിലാണ്. ത്രില്ലർ സിനിമകൾ ഇഷ്ടമാണ്. ധ്രുവങ്ങൾ 16, പോർ തൊഴിൽ, ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഫോറൻസിക്, ഓപ്പറേഷൻ ജാവ, ജനഗണമന തുടങ്ങി ഒരുപാട് നല്ല ത്രില്ലർ സിനിമകൾ ചെയ്തു. സിനിമയുടെ മ്യൂസിക്കൽ DNA കാത്തു സൂക്ഷിക്കണമെങ്കിൽ പശ്ചാത്തല സംഗീതവും പാട്ടുകളും ഒരാൾ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതിലൊരു സൗന്ദര്യം കിട്ടും. പശ്ചാത്തല സംഗീതം എനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അത് ടെക്നിക്കൽ വർക്കാണ്. പക്ഷെ പാട്ടൊരു മാജിക് ആണ്. പാട്ടുണ്ടാകുമ്പോൾ തന്നെ ഒരു ഗായകൻ എന്റെ മനസ്സിൽ വരും. അപ്പോൾ തന്നെ അയാളെ വിളിക്കും. വേടനും ബേബി ജീനും അതുൽ നറുകരയും തുടങ്ങി പുതിയ ജനറേഷനിലെ കുട്ടികളെല്ലാം തന്നെ നന്നായി സഹകരിക്കുന്നവരാണ്. വേടന്റെ അറസ്റ്റും മറ്റു പ്രശ്നങ്ങളും കത്തി നിൽക്കുന്ന സമയത്താണ് വേടൻ എന്റെ സ്റ്റുഡിയോയിൽ വന്ന് നരിവേട്ടയിലെ പാട്ടുപാടിയത്. ഇവർക്കെല്ലാം സ്വന്തമായി വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. അവരൊക്കെ ഇവരെ സിനിമയിൽ കാണാനും ഇവരുടെ പാട്ട് കേൾക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അവരിലേക്കെല്ലാം ഈ പാട്ടും സിനിമയും എത്തും. ലോകയിൽ ജ്യോതി നൂറാനെ കൊണ്ടുവന്നതും അങ്ങനെയാണ്. മുഹസിൻ എഴുതിയ ആ പാട്ടിന് വ്യത്യസ്തമായ ഒരു ശബ്ദം വന്നാൽ നന്നാകുമെന്ന് തോന്നി. അത് ശരിയായി. പാട്ട് വലിയ ഹിറ്റായി. ഏഞ്ചൽസിലെ ജേക്സിൽ നിന്ന് ഇന്നിലേക്ക് എത്തുമ്പോൾ സിനിമകൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. ഇഷ്ടമുള്ള പാട്ടുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ അനുഗ്രഹമായി കാണുന്നു. വിലായത്ത് ബുദ്ധ, പള്ളിച്ചട്ടമ്പി, അയാം ഗെയിം, പാതിരാത്രി എന്നീ സിനിമകളാണ് മലയാളത്തിൽ ഇപ്പോൾ ചെയ്യുന്നത്.